നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പരിചയപ്പെട്ടാലോ. നമുക്ക് എന്താണ് ഈ ബിസിനസ് എന്ന് നോക്കാം. ഫിജികാർട്ട് എന്നാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പേര്. നമുക്കറിയാം ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റുകളെ പറ്റി. ഇതുപോലെ ഒരു ഇ കൊമേഴ്സ് സൈറ്റാണ് ഫിജികാർട്ട്. പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ നോർമലി ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കുറച്ച് ദിവസം എടുക്കും, 1-2 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം നമുക്ക് എടുക്കും പ്രൊഡക്റ്റ് വീട്ടിലെത്താനായിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഫിജികാർട്ടിന് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതായത് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പം നിങ്ങളുടെ വീടിന് തൊട്ടടുത്താണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് പോയി സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിതിലൂടെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴോ നമുക്ക് യാതൊരു വിധമായ ബെനിഫിറ്റ് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് നല്ലൊരു ഇൻകം, ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 10 ലക്ഷം രൂപയും അതിന് മുകളിലൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഫിജികാർട്ട് തരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റിനെ നോക്കാം. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിൻ്റെയാണ് ഈ ഒരു ബിസിനസ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. 160 വർഷത്തോളം പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ്സിന് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ ഇ കൊമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൂടെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആര്യസൂക്ത, ഫിജി ഗ്രീൻ തുടങ്ങിയ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ ഇതിലൂടെ വിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളായ ഹോർലിക്സും ബൂസ്റ്റും അതുപോലെ സർഫ് എക്സലും അങ്ങനെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായി നമ്മൾ സ്ഥിരം കാണുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമുക്കിതിലൂടെ കിട്ടുന്നതാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നോ അതെല്ലാം നമുക്ക് ഈ ബിസിനസ്സിലൂടെ എന്ത് ചെയ്യാം, വാങ്ങിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നല്ലൊരു ഇൻകവും ജനറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഏതൊക്കെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു ഇ കൊമേഴ്സ് ആണ് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇ കൊമേഴ്സ് ഉണ്ട്, പിന്നെ റെഫറൽ മാർക്കറ്റിംഗ് ഉണ്ട്. അത് റെഫറൽ മാർക്കറ്റിംഗ് മീൻസ് നമുക്ക് ഇതിനോട് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് വെൽനസ് ഉണ്ട്. ഇങ്ങനെ 4 ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫിജി സ്റ്റോറാണ്, അതായത് നമുക്ക് കേരളത്തിലുടനീളമുള്ള സൂപ്പർ മാർക്കറ്റുകളാണ്. ഇനി നമ്മളിത് നമ്മുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്. തൃശ്ശൂരാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. ഇനി നമുക്ക് ഇതിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ബേസിക് KYCയും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അതെങ്ങനെയെന്നുള്ള വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു യൂസർ ഐഡിയും പാസ്വേഡും തരും. ഈ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ, അതായത് ആൻഡ്രോയിഡിൽ കയറിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫിജികാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അത് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് സ്റ്റോറിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഇത് നിങ്ങൾക്ക് പരിചിതമുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന അതേ സ്റ്റോർ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിനൊരു ബിസിനസ്സായിട്ട് എടുത്തിട്ട് എങ്ങനെ നമുക്കിത് ബിസിനസ്സിലേക്ക് കൊണ്ടുപോയി നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഈ കിട്ടിയ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലായിരിക്കും കിട്ടുക. അത് ആമസോണും ഫ്ലിപ്കാർട്ടും ലക്ഷങ്ങൾ രൂപ ചിലവാക്കിയ ആ ഒരു വെബ്സൈറ്റാണ് നമ്മുടെ പേര് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും ലക്ഷങ്ങളൊന്നും നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് വേണ്ട. ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഇല്ല, 0 കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മുടെ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഷോപ്പിംഗ് ചെയ്യുക. അതായത് നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അല്ലാതുള്ള, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ബോച്ചെ ടീ എന്ന് പറയുന്നത് നമുക്കറിയാം, ലക്കി ഡ്രോ കോൺടെസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഡക്റ്റുകൾ നമുക്ക് ഇതിലൂടെ എടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വെക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 25 സെയിൽസ് വോളിയം, 50 സെയിൽസ് വോളിയം, 100 സെയിൽസ് വോളിയം എന്ന് പറഞ്ഞ് 3 രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്കിനി മുമ്പോട്ട് പോകുമ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ മുമ്പേ കണ്ട വെബ്സൈറ്റിൽ, അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറുമ്പം ഇതുപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ താഴെയായിട്ട് ഫിജി ബക്സ്, ബിസിനസ് വോളിയം, സെയിൽസ് വോളിയം എന്ന് കാണും. ഈ സെയിൽസ് വോളിയമാണ് ഞാനിവിടെ പറഞ്ഞ 25, 50, 100 എന്ന് പറയുന്നത്. അപ്പം ഈ സെയിൽസ് വോളിയം 25 സെയിൽസ് വോളിയം ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ ഒരു മാസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ് ആക്റ്റീവ് ആവുന്നതാണ്. അതായത് നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലോട്ട് എൻ്റർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ഇങ്ങനെ
25 സെയിൽസ് വോളിയുള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. ഇനി വേറൊരു ഉദാഹരണം നോക്കിയാൽ ഞാൻ മുമ്പേ പറഞ്ഞു ബോച്ചേറ്റിയുടെ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു കോംബോ പാക്ക് നമുക്ക് ഇതിലുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു പാക്ക് എടുക്കുമ്പോൾ നമുക്ക് സെയിൽസ് വോളിയായിട്ട് 5 കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ 5 പാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ആക്ടിവേറ്റ് ആയി. അത് മാത്രമല്ല, ഇതിലൂടെ നമ്മൾ ഈ ഒരു പാക്കിലൂടെ ആ ബോച്ചേറ്റി വാങ്ങിക്കുമ്പം നമുക്കവിടെ 30 ടിക്കറ്റാണ് കിട്ടുന്നത്. അതായത് 30 ദിവസം നമുക്ക് ആ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ടിക്കറ്റാണ് ഈ ഒരു പാക്കേജിലൂടെ ഫിജി കാർഡിലൂടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഇതിലുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതികൾ നോക്കാം. അതിൽ 6 തരത്തിലുള്ള ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ മുമ്പേ കണ്ടു, നമുക്കൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പം 3 വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഫിജി ബക്സ്, BV അല്ലെങ്കിൽ ബിസിനസ് വോളിയം, SV അല്ലെങ്കിൽ സെയിൽസ് വോളിയം എന്ന് പറഞ്ഞത്. അപ്പം ഈ പറയുന്നതിൽ ആദ്യം കാണുന്ന ഫിജി ബക്സ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് ഫസ്റ്റ് ഇൻകം ആയിട്ട് കിട്ടുന്നത്. അത് നമ്മളൊരു 79 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് 10 രൂപ, ഇവിടെ ഫിജി ബക്സ് 5.5 വരെ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ, അതായത് പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് റിവാർഡ്സ് നമുക്ക് ധാരാളമായിട്ടുണ്ട്. ബൈക്കുണ്ട്, കാർ ഫണ്ടുണ്ട്, അങ്ങനെ ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, ബിസിനസ് കൊള്ളാം, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യും? അതിനും ഉള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓൺലൈൻ, അതുപോലെ എന്ത് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് വഴി നമുക്ക് ഈസി ആയിട്ട് ഈ ബിസിനസ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം നമുക്കറിയാം, ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടുന്ന ആൾക്കാരിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പരസ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല എൻക്വയറി നമുക്ക് അവിടെ വരികയും അവരെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും എന്ത് ചെയ്യാം, ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി പരസ്യം ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാം. ഇനി അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈനായ ഒരുപാട് ട്രെയിനിങ്സ് നമുക്കുണ്ട്. അതായത് നമ്മുടെ കമ്പനി തന്നെ പല രീതിയിലുള്ള ട്രെയിനിങ്സും അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പം ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, ബിസിനസ് അടിപൊളിയാണ്, ഇനി അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യവും നമ്മുടെ കമ്പനി തരുന്നുണ്ട്. പക്ഷേ ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരിക. സമയം പോകുന്തോറും എന്ത് ചെയ്യും, മറ്റുള്ളവർ ഈ ബിസിനസ്സിലേക്ക് വന്ന് അവർ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ബിസിനസ്സിലേക്ക് വരിക, എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുക, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.